ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ കറിയാണ്. ഇത്രയും എളുപ്പത്തിൽ ഒരു കറി തയ്യാറാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവാള, മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനും കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊട്ടാറ്റോ മുങ്ങി കിടക്കുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു അടുപ്പത്തേക്ക് വയ്ക്കാം. ഒരു 3 വിസിൽ അടുപ്പിച്ചാൽ മതി. വിസിൽ വന്ന് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. എന്നിട്ട് അതൊന്ന് ഉടച്ച് കൊടുക്കണം. ഉടച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ സമയം കടുക് പൊട്ടുന്ന സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല മണമായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ടീസ്പൂൺ നിറയെ ചിക്കൻ മസാലയാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഇതുണ്ടല്ലോ, ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തിളപ്പിക്കാം. ഇത്ര കുറുകിയത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കാം. പക്ഷേ ഞാൻ ഇത്ര കുറുകി എടുക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നില്ല. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയല്ലേ. എന്താ പറയുക, ഇതെല്ലാത്തിൻ്റെ കൂടെയും പോകും കേട്ടോ. അപ്പം, ചപ്പാത്തി, ദോശ, അങ്ങനെ പൂരി എല്ലാത്തിൻ്റെ കൂടെയും പോവും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.